ഹായ് നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ സാധാരണ ബാങ്ക് വഴി ചിലർ ചെയ്യാറുണ്ട്, ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ വഴി ചിലർ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് ചെറിയ തുകയാണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ, കൂപ്പണുകൾ, ഓഫറുകൾ എല്ലാം ലഭിക്കുകയും ചെയ്യും. മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനിലായി ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അനിവാര്യമാണ്. കാരണം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ചിലവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ തികയാതെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊരു മാളിൽ പോയാലും അവിടെ എവിടെയെങ്കിലും SBIയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെയോ ഒക്കെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ഇന്ന് പല ആൾക്കാരും പോകുന്നത്. അപ്പം ചിലവുകൾ കൂടി തുടങ്ങി, ആവശ്യങ്ങളും കൂടി, അതൊക്കെ കൊണ്ടാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും ഉണ്ട് താൻ. ഇനി അങ്ങനെ ഈ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കുമല്ലോ. തിരിച്ചടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ചില ഓഫറുകൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചില ഓഫറുകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിന്ന് പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഈസി റീപേയ്മെൻറ്റ്സ്, റിയൽ റിവാർഡ്സ്. റിയൽ ആയിട്ടുള്ള റിവാർഡ്, പേയ്മെൻറ്റ്, ലോണുകൾ നിങ്ങൾ തിരിച്ചടക്കുക, അതുപോലെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ബില്ലുകൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. 1% ബാക്ക് ഓൺ ഓൾ യുവർ പേയ്മെൻറ്റ്സ്. എല്ലാ പേയ്മെൻറ്റിൻ്റെയും ഒരു 1% നിങ്ങൾക്ക് ബാക്കായിട്ട് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. ക്യാഷ് ബാക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. സോ വീണ്ടും നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏൺ 1% ചെക്ക് ചിപ്സ് ഓൺ എവറി പേയ്മെൻറ്റ്, റെഡീം ദം ഫോർ വൗച്ചേഴ്സ് ഫ്രം യുവർ ഫേവറേറ്റ് ബ്രാൻഡ്സ് ഓർ കൺവേർട്ട് ദം ടു ക്യാഷ്. അതായത് ഓരോ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു പോയിൻ്റ് ഉണ്ട്, ചെക്ക് ചിപ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഓരോ ചെക്ക് ചിപ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനെ നിങ്ങൾക്ക് റിവാർഡാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രാൻഡുകളിൽ നിന്ന് കൂപ്പൺ കോഡുകളായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് വൗച്ചേഴ്സ് കാണാൻ പറ്റും. C5, ക്രോമ, സോണി, ജോക്കി, സ്കെച്ചേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും, ആമസോൺ, ഫ്ലിപ്കാർട്ട്, എല്ലാ ബ്രാൻഡുകളുടെ ടൈപ്പാണ്. മൾട്ടിപ്പിൾ ബിൽസ് ഓൺ സിംഗിൾ പേയ്മെൻറ്റ്. എന്തായാലും നിങ്ങൾ പേയ്മെൻറ്റ് അടക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ. അത് ഇതുവഴി അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബെനിഫിറ്റ് കൂടി കിട്ടും. ഫ്രീ മോർ ഇൻ ഡെപ്ത് ക്രെഡിറ്റ് റിപ്പോർട്ട്. നിങ്ങളുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ് റിപ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെവർ മിസ് എ ഡ്യൂ ഡേറ്റ് വിത്ത് ചെക്ക് സേഫ്. ഒരിക്കലും ഡ്യൂ ഡേറ്റ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യില്ല. കൃത്യമായിട്ട് അവർ നമ്മളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചെക്ക് ഈസ് PCI DSS ലെവൽ 1 കംപ്ലൈൻറ്റ് ആൻഡ് സേവ്സ് കാർഡ് ഇൻഫർമേഷൻ ആസ് പെർ RBI ഗൈഡ് ലൈൻസ് പ്രകാരം 100% സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും മിസ്യൂസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ചെക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ചെക്കിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ചെക്ക് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് 100K ഡൗൺലോഡ്സ്, ഏകദേശം 1,00,000 ഡൗൺലോഡ്സ് ആണുള്ളത്. 4.3 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങൾ ഈ ആപ്പിനുണ്ട്. ദെൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആപ്പിൽ എബോട്ടസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെക്കിൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ. 1% ആണ് നിങ്ങൾക്ക് ചെക്ക് ചിപ്സ് കിട്ടുക എന്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ, ആ പേയ്മെൻറ്റിൻ്റെ 1%. ദെൻ സെക്യൂർ ക്രെഡിറ്റ് റീപേയ്മെൻറ്റ് വിത്ത് ബാങ്ക് ഗ്രേഡ് സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് ഏപ്രിൽ 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺവേർട്ട് ചെക്ക് ചിപ്സ് ടു ക്യാഷ്. ഞാൻ പറഞ്ഞു നേരത്തെ, വിഡ്രോ ടു യുവർ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. റെഡീം ചെക്ക് ചിപ്സ് ടു ക്യാഷ് വൗച്ചേഴ്സ് ദ ഫേവറേറ്റ് ബ്രാൻഡ്സ്. നേരത്തെ പറഞ്ഞു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര, സൊമാറ്റോ, സ്വിഗ്ഗി, ഡൊമിനോസ്, ഓല, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകൾക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാക്ക് ആൻഡ് മാനേജ് സെക്യൂർലി പേ യുവർ ക്രെഡിറ്റ് കാർഡ് ബിൽസ്, പേഴ്സണൽ ലോൺ, EMIs അറ്റ് വൺ പ്ലേസ്. പേഴ്സണൽ ലോണൊക്കെ പലരും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളൊക്കെ കൃത്യമായിട്ട് ഒറ്റ പ്ലേസിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും. കാരണം നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ചിലപ്പോൾ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റില്ല. ഒരു ദിവസത്തെ ഡിലേ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും. എൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു. Paytm പേയ്മെൻറ്റ് ബാങ്ക്സിൽ ഒരു റീചാർജ്, ഒരു 399 റീചാർജ് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് അടക്കാൻ പറ്റിയില്ല. ഞാൻ വിട്ടുപോയി, മറന്നേ പോയ കാര്യം.
അത് കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഒരു സ്ഥലത്തും പെൻഡിങ് ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ക്രെഡിറ്റ് റിപ്പോർട്ട് ഞാൻ എടുത്ത് സിബിലിൽ കയറി എടുത്ത് നോക്കിയപ്പോൾ പേടിഎം പേയ്മെൻറ്റ് ബാങ്കാണ് എൻ്റെ ക്രെഡിറ്റ് സ്കോർ അടിച്ചിറക്കിയിട്ടുള്ളത്. 399 പേയ്മെൻറ്റ് അടക്കാനായിട്ട്. ഇനി ഈ 399 അടക്കാതിരുന്നതിന് ഒരു റീസൺ കൂടിയുണ്ട്. ഞാൻ എൻ്റെ പേടിഎം വാലറ്റിൽ ഓൾമോസ്റ്റ് 7,000 പ്ലസ് എമൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി പേടിഎം വാലറ്റിൽ നിന്ന് ഇവർ പേയ്മെൻറ്റ് എടുത്തിട്ട് സെറ്റിൽമെൻറ്റ് ഇവർ ചെയ്യുമായിരിക്കും, കാരണം അതുവഴി ലിങ്ക്ഡ് ആണല്ലോ, അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്ത്. പക്ഷെ അങ്ങനെ അവർ ചെയ്തിട്ടുമില്ല. പകരം നമ്മൾക്ക് എന്ത് ചെയ്തു, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുകയും ആ 399 രൂപയ്ക്ക് ഏകദേശം 1,500 രൂപയുടെ അടുത്തോളം പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവർ കട്ട് ചെയ്തെടുത്ത്. അത്രയും പേയ്മെൻറ്റ് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അത്രയും ചാർജസ് വന്ന്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ചെറിയ പേയ്മെൻ്റ് ആയിരിക്കും നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിന് നമുക്ക് പണി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പ്, എല്ലാ ക്രെഡിറ്റ് കാർഡും കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് എല്ലാം റൈറ്റ് ടൈമിൽ പേയ്മെൻറ്റ് അടക്കാനുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടിയാൽ നമുക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ പൊതുവെ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായിട്ടൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു പേപ്പറിനകത്ത് ഓരോ എമൗണ്ട് കൊടുക്കാനുള്ള എമൗണ്ട് എഴുതി മന്ത് എഴുതി എൻ്റെ PC-യുടെ മുമ്പിൽ ഞാൻ ഒട്ടിച്ച് വെക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. ഇപ്പോൾ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓഫീസിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് കുറേ ടെൻഷൻസ് കുറഞ്ഞു കിട്ടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരാൾക്ക് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് പറ്റുന്ന കാര്യമല്ല എല്ലാം ഓർത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ പല ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനും, ഇത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോയിന്റുകൾ കിട്ടാനും ആ പോയിന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും സാധിക്കും. ഇനി ഈ ചെക്ക് ചിപ്സ് എന്ന് പറയുന്നത്, ഓരോ ചെക്ക് ചിപ്സും കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് അറിയണമല്ലോ. അത് ക്യാഷാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 0.25 ആണ്, 25 പൈസയാണ് ഒരു ചെക്ക് ചിപ്സിൻ്റെ വില, റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളൊരു പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചു, 10,000 രൂപയുടെ പേയ്മെൻറ്റ് അടച്ചു എന്ന് വിചാരിക്കാം. ഇവർ പറയുന്നത് 1% ചെക്ക് ചിപ്സ് കിട്ടുന്നതാണ്. അപ്പോൾ 1% 100 ചെക്ക് ചിപ്സ് നിങ്ങൾക്ക് കിട്ടും. 10,000 രൂപയുടെ ഒരു പേയ്മെൻറ്റ് അടക്കുമ്പോൾ 100 ചെക്ക് ചിപ്സ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ 100 ചെക്ക് ചിപ്സ് എന്ന് പറഞ്ഞ് 25 രൂപയാണ്. അപ്പോൾ 10,000 രൂപ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചു, 100 ചെക്ക് ചിപ്സ് കിട്ടി, 25 രൂപ നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ നിങ്ങളൊരു 10 തവണ പേയ്മെൻറ്റ് അടക്കി 250 രൂപയായി. 250 രൂപ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് സാധനം മേടിക്കാം അല്ലേ, അങ്ങനെ പല സാധനങ്ങളും മേടിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വഴി അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ 250 രൂപ എവിടെയെങ്കിലും കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഓഫറുകൾ, ഇങ്ങനെയുള്ള സ്കീമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളുടെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരുപാട് ചിലവുകൾ അത് മെല്ലെ 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 കട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും ഫീൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരും ഷെയർ ചെയ്തുകൊണ്ട് അവർ കൂടി ഈ ചെക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും ഉള്ളൊരു അവസരം കൊടുക്കുക. ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോർ വരെ നിങ്ങൾക്ക് ഇതിലൂടെ ഫ്രീ ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എവിടുത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്കാം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.